നമസ്തേ. ഞാൻ പ്രസാദ്, പന്തളം അന്നപൂർണ ജ്യോതിഷാലയം. അപ്പോൾ നമ്മൾ തുടർന്ന് വരുന്ന എപ്പിസോഡായിട്ട് ഇപ്പോൾ 1200 ആണ്ട് കന്നിമാസത്തിൽ തുലാം, വൃശ്ചികം, ധനു ഈ 3 കൂറുകാർ അനുഭവിക്കാൻ സാധ്യതയുള്ള സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിൽ തുലാക്കൂറിൽ എന്ന് പറഞ്ഞാൽ ചിത്തിരയാര, ചോതി, വിശാഖത്തിൽ, മുക്കാല ഈ 3 നക്ഷത്രക്കാരാണ് തുലാൻ രാശിയിൽ വരുന്നത്. അപ്പോൾ തുലാൻ രാശിയെ സംബന്ധിച്ച് ഈ കന്നിമാസം 2 മുതൽ അവർക്ക് കുറേ ഗുണകരമായ ഒരു സമയമാണ്. അതുപോലെ തന്നെ വ്യാഴം അഷ്ടമത്തിലാണ് വ്യാഴം ഇവർക്ക് മറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. രോഗസ്ഥാനം വയ്ക്കുന്ന വ്യാഴമായതുകൊണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്നത് തന്നെയാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരാതിരിക്കുന്നതാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് നല്ലത്. ഇവർക്ക് സാമ്പത്തികപരമായിട്ട് വളരെ മെച്ചം കിട്ടുന്ന ഒരു മാസമാണ് കന്നിമാസം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഗുണകരമായ സമയമാണ്. എഴുത്ത് പരീക്ഷയിലൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തുലാക്കൂറുകാരെ സംബന്ധിച്ച് സന്താനത്തിൽ നിന്നുള്ള സന്താന ഗുണം കിട്ടുന്ന സമയമാണ്. ദൈവാധീനമുള്ള സമയമാണ്. അപ്പോൾ ധനഭാഗ്യങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ കയറി വരാവുന്ന സമയമാണ്. കർമ്മമേഖലയെ സംബന്ധിച്ചും പുഷ്ടികരമായ സമയമാണ്. അതുപോലെ ഇവർ പ്രത്യേകിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ക്ഷേത്രത്തിൽ കുടുംബ പേരിൽ പിതൃപൂജ ചെയ്യുക. അത് അഖില പിതൃക്കളെ സങ്കല്പിച്ചുകൊണ്ട്, ഒരു വ്യക്തിക്ക് തന്നെയല്ല അഖില പിതൃക്കളെ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞിട്ട് വേണം വിഷ്ണു ക്ഷേത്രത്തിൽ പിതൃപൂജ ചെയ്യുവാനായിട്ട്. അപ്പോൾ അടുത്തത് വൃശ്ചികക്കൂറുകാരാണ്. വൃശ്ചികക്കൂറുകാരിൽ വൃശ്ചികത്തിൽ വരുന്നത് വിശാഖത്തിൽ, കാല്, അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രങ്ങളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ മാസവും ഏറ്റവും നല്ല ഒരു മാസമാണ് വൃശ്ചികക്കൂറുകാർ കന്നിമാസം. ധനഭാഗ്യങ്ങൾ അതുപോലെ തന്നെ വിദ്യാ ഗുണം ഒക്കെ ഫലമാകുന്ന ഒരു മാസമാണ്. അതുപോലെ സന്താനങ്ങൾക്ക് ഒരല്പം മോശ സമയമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കർമ്മമേഖലയ്ക്കും ഒരുമാതിരി ഗുണകരമായ സമയമാണ്. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അതും സാധ്യമാകാവുന്ന ഒരു മാസമാണ്. കണ്ടകശനി ആയതിനാൽ കർമ്മസ്ഥാനത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ കർമ്മസ്ഥാനത്ത് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായി ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സാധ്യത ഉണ്ടാവുക. പുതിയ ജോലി തേടുന്നവർക്ക് അതിന് കുറച്ച് കാലതാമസമൊക്കെ വരിക, അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാകാം. എങ്കിലും വ്യാഴം പൂർണ്ണദൃഷ്ടി ചെയ്യുന്ന ദൈവാധീനം 100% നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ ദോഷമൊന്നുമുള്ള സമയങ്ങൾക്ക് ശിവക്ഷേത്ര വഴിപാടുകൾ ഇവർ മാസം തോറും ചെയ്യുക. അതുകൂടെ ദശാകാല വഴിപാടുകൾ ഏതാണെന്ന് വെച്ചാൽ അതും കൂടി മാസം തോറും ചെയ്തു കൊള്ളുക. കുഴപ്പമില്ലാത്ത ഒരു സമയമാണ്. അതിനുശേഷം ഇനി നമുക്ക് പറയുന്നത് ധനുക്കൂറുകാരാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസങ്ങളാണ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. വ്യാഴം 6ാം രാശിയിലേക്ക് നിൽക്കുന്നതുകൊണ്ട് ദൈവാധീനം വളരെ കുറഞ്ഞു നിൽക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ കന്യമാസത്തിനെ സംബന്ധിച്ചും അവർക്ക് പൊതുവിൽ അത്ര ഗുണകരമായ ഒരു സമയമല്ല. എന്നാൽ ചില സാമ്പത്തിക ലാഭങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുമുണ്ട്. അതായത് ധനസ്ഥാനാധിപൻ 3ാം രാശിയിലേക്ക് നിൽക്കുന്ന ശനി അവർക്ക് ധനപരമായിട്ട് കുറച്ച് ഗുണകരമായ സമയങ്ങളൊക്കെ കൊണ്ടുതരും. അതുപോലെ തന്നെ സഹോദര ഗുണം കിട്ടാം. സഹോദര ഗുണത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരിൽ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഗ്രഹസ്ഥാനത്തെ സംബന്ധിച്ച്, ഗീഡിനെ സംബന്ധിച്ച് ഇവർ ചിന്തിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകാം. ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള വ്യക്തികളൊക്കെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള അനുഭവിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സമയമുണ്ട്. കഫരോഗങ്ങളൊക്കെ കയറാം. അപ്പം അതിനുശേഷം മാനസികമായിട്ടുള്ള കുറച്ച് സംഘർഷങ്ങളൊക്കെ ഇവർ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഈ രോഗ വിഷയത്തിലൊക്കെ. അങ്ങനെയൊക്കെയുള്ള സാധ്യത ഈ ധനുക്കൂറുകാർക്ക് നിലവിലുണ്ട്. ഭാര്യയുമായും ഭൂമി സംബന്ധമായിട്ടും ചില തർക്കങ്ങളൊക്കെ വന്നുകൂടാവുന്ന സമയമാണ്. കലഹങ്ങളൊക്കെ തർക്കങ്ങളും ഒക്കെ വരാവുന്ന സമയമാണ്. അതായത് 7ാം രാശി ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് കുജകലഹകൃത്താണ്. അത് ദുരിതസ്ഥാനം വഹിക്കുന്ന ചൊവ്വയായതുകൊണ്ട് ഭൂമി ദുരിതവും ഭാര്യയിൽ നിന്നുള്ള കുറച്ച് തർക്ക വിഷയങ്ങളൊക്കെ വേണമെങ്കിൽ വന്നു ചേരാവുന്ന സമയമാണ്. എന്നാൽ കർമ്മമേഖലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ ഗുണ അനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവാധീനത്തിന് കുറവുള്ളതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നാഗക്ഷേത്ര വഴിപാടുകൾ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. നാഗക്ഷേത്രത്തിൽ മാസം തോറും രാഹുർ ദോഷശാന്തി പൂജ, അതുപോലെ തന്നെ നാഗപ്പാട്ടുമൊക്കെ പാടിക്കുന്നതും, അതുപോലെ തന്നെ വിഷ്ണുക്ഷേത്ര വഴിപാടുകൾ ചെയ്യുന്നതും അത് അത്യാവശ്യമാണ്. വിഷ്ണുക്ഷേത്ര വഴിപാടുകൾ നിങ്ങൾ മാസം തോറും, അത് വ്യാഴമായതുകൊണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രമല്ല, വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ തന്നെ പോയി നിങ്ങൾ നെയ്വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ കുറച്ച് ദോഷ പരിഹാരങ്ങൾ ചെയ്തു കൊള്ളുക. അപ്പോൾ ഇതാണ് ഈ 3 കൂറുകാർക്ക് കന്നിമാസത്തിൽ അനുഭവിക്കാൻ പോകുന്ന ഒരു സാമാന്യ ഫലങ്ങൾ. നിങ്ങൾ ഈ ഭാഗങ്ങൾ കേൾക്കുന്നവർ നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾക്കുള്ളതിൻ്റെ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കുക. അപ്പോൾ ഒരു നക്ഷത്രത്തിൽ പറഞ്ഞ 15 പേരെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴേ അതിലൊരു ജനറൽ ഫലങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്, അല്ലാതെ പഞ്ചാംഗത്തിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ എനിക്ക് കമൻ്റായിട്ട് ഇട്ട് തരിക. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ ചേർക്കുന്നതായിരിക്കും. അപ്പം അടുത്ത ഒരു എപ്പിസോഡോടുകൂടി കന്നിമാസത്തിലെ ഫലങ്ങൾ പൂർത്തിയാവുകയാണ്. അപ്പോൾ
ഇനി നമുക്ക് മകര കുംഭ മീനക്കൂറിൻ്റെ ഫലവുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.